الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് 17 പ്രാവശ്യമെങ്കിലും നിർബന്ധ ബുദ്ധിയോടുകൂടി നിർബന്ധപൂർവം സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് പറഞ്ഞു, മൻ സല്ല സലാത്തൻ ലം യഖ്റ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജ്. ആരെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചു, അതിൽ അവൻ സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ ഫഹിയ ഖിദാജ്, അത് പരിപൂർണമല്ല, പൂർണ്ണത ഇല്ലാത്ത നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഫർള് മാത്രം നിസ്കരിക്കുന്ന ഒരു വ്യക്തി 17 പ്രാവശ്യം ഓരോ ദിവസത്തിലും ഓതുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം അതിനു മുമ്പും പിമ്പുമായിട്ടുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളും ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എത്ര തവണയായിരിക്കും ഒരാൾ ഒരു ദിവസം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ടാവുക? ഒരാഴ്ചയിൽ അത് എത്രമാത്രം ഉണ്ടായിരിക്കും? ഒരു മാസത്തിൽ എത്രമാത്രം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യും? ഒരു വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് സൂറത്തുൽ ഫാത്തിഹ ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങൾ, ഇത്രയധികം പാരായണം ചെയ്യുന്ന ഈ സൂറത്തിന്റെ വിഷയത്തിൽ നമുക്ക് ആ സൂറത്തിന്റെ വിഷയത്തിൽ എന്തുമാത്രം പ്രാധാന്യം നമ്മൾ അതിന് നൽകിക്കൊണ്ട് ആ സൂറത്തിനെ കുറിച്ച് പഠിക്കാൻ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, അതിന്റെ പാരായണം നന്നാക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അതല്ല എങ്കിൽ ഇത്രയും തവണ നമുക്ക് പാരായണം ചെയ്യേണ്ടതായ ഒരു സൂറത്തിനെ കുറിച്ച് നാം അതിന്റെ ആശയങ്ങളോ അർത്ഥങ്ങളോ അതൊന്ന് പാരായണം ചെയ്യാൻ പോലുമോ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, വലിയ കുറവാണ്, വലിയ വീഴ്ചയാണ് നമ്മൾ ജീവിതത്തിൽ വരുത്തി വെച്ചിട്ടുള്ളത്. ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളതിൽ വീഴ്ച വരുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹയെ അതിനെ ഖുർആനിൽ ഏറ്റവും മുന്തിയ സൂറത്താണ്, അഫ്ളലായ സൂറത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സഹാബി അബൂ സഈദ് ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്തു ഉസല്ലി ഫിൽ മസ്ജിദ് ഫദആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം ഉജിബ്ഹു. ഞാൻ ഒരിക്കൽ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ അതിന് ഉത്തരം ചെയ്തിട്ടില്ല, കാരണം അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു. ഫഖുൽതു യാ റസൂലല്ലാഹി ഇന്നി കുന്തു ഉസല്ലി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു സുന്നത്ത് നിസ്കാരം അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോൾ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലം യഖുലില്ലാഹ്
അല്ലാഹു തആല പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹീകും. അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഹയാത്തുണ്ടാക്കുന്ന, നിങ്ങൾക്ക് ജീവിതമുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണം എന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറയാണ്, സുമ്മ ഖാലലി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ലൗ അല്ലിമന്നക സൂറത്തൻ ഹിയ ആദമു സൂരി ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, ഖബൽ അൻ തഖ്റുജ മിനൽ മസ്ജിദ്, നീ ഈ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുമ്മ അഖദ ബിയദി, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് എന്റെ കൈ പിടിച്ചു. ഫലമ്മ അറാദ അൻ യഖ്റുജ് ഖുൽതു ലഹു, ഞാനിതാ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോകാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അലം തഖുൽ ലഅല്ലിമന്നക സൂറത്തൻ ഹിയ അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരുമെന്ന് താങ്കൾ എന്നോട് പറഞ്ഞിട്ടില്ലയോ എന്ന് ഞാൻ ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിട്ട് പറഞ്ഞു, ഹിയ സബ്ഉൽ മസാനി, ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 ആയത്തുകളാണവ. വൽ ഖുർആനുൽ അലീം അല്ലദീ ഉതീതുഹു, എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള അൽ ഖുർആനുൽ അലീം, ഏറ്റവും മഹത്തരമായ ഖുർആനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകളുണ്ടെന്ന് കാണാൻ സാധിക്കുക, ഒരുപാട് പേരുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ അതിന്റെ വലിയ മക്കാനത്താണ്, അതിന്റെ സ്ഥാനമാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമതായിട്ട് സഹോദരങ്ങളെ, ഫാത്തിഹത്തുൽ കിതാബ് എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണ്. കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. നാം മുസ്ഹഫ് തുറന്നു നോക്കിയാൽ ഒന്നാമത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരങ്ങളിൽ നാം ആദ്യം ഓതുന്ന ഖുർആനിലെ സൂറത്തും സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹക്ക് പറഞ്ഞ മറ്റൊരു പേരാണ് അത് ഉമ്മുൽ ഖുർആനാണ്. ഖുർആനിന്റെ മാതാവെന്ന വിളിപ്പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. കാരണം ഒരു കാര്യത്തിന്റെ അതിന്റെ മാതാവെന്ന് പറഞ്ഞാൽ സർവ്വ കാര്യങ്ങളും അതിലേക്ക് സമ്മേളിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ സൂറത്തുൽ ഫാത്തിഹ സഹോദരങ്ങളെ, ഖുർആനിലുള്ള ബാക്കിയുള്ള 113 സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളുടെ രത്ന ചുരുക്കമാണ് സൂറത്തുൽ ഫാത്തിഹ. തൗഹീദിന്റെ 3 ഇനങ്ങളെ കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്, റിസാലത്തിനെ കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്, ആഖിറത്തിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, വിചാരണയെ കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതുപോലെ തന്നെ സ്വർഗക്കാരുടെ വഴി ഏതാണെന്നും നരകക്കാരുടെ വഴി ഏതാണെന്നും യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും അതേത് രൂപത്തിലാണുള്ളതെന്നുമെല്ലാം സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് സഹോദരങ്ങളെ ഉമ്മുൽ ഖുർആൻ എന്നുള്ള പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. അതുപോലെ അതിന് നൽകപ്പെട്ട മറ്റൊരു പേരാണ് നാം നേരത്തെ കേട്ട ഹദീസിലുള്ളതുപോലെ അസ്സബ്ഉൽ മസാനി. അസ്സബ്ഉൽ മസാനി എന്നതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന്, അത് ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വാക്യങ്ങൾ എന്നാണ്. അല്ലെ, നമ്മൾ ഓരോ ദിവസവും നാം പറഞ്ഞു എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ്. ലോകത്തുടനീളം ആളുകൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാകും സൂറത്തുൽ ഫാത്തിഹ. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വാക്യങ്ങളാണത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും മഹത്തരമായ വാക്കുകൾ ഹംദും സനാവും, അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകൾ അതിലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുന്ന വാക്കുകളാണ്. അതുപോലെ ഈ ഉമ്മത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സൂറത്താണ്. കഴിഞ്ഞുപോയ ഒരു ഉമ്മത്തിനും അല്ലാഹു തആല നൽകാത്ത ഒരു മഹത്തരമായ അല്ലാഹുവിന്റെ സമ്മാനമാണ് സൂറത്തുൽ ഫാത്തിഹ. ഇതെല്ലാം സബ്ഉൽ മസാനി എന്നതിന്റെ താല്പര്യമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതൊരു സൂറത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അൽ ഖുർആനുൽ അലീം, മഹത്തരമായ ഖുർആനാണ് എന്ന് തന്നെയാണ്. ഒരു സൂറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖുർആൻ തന്നെയാണ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതിന്റെ വലിയ സ്ഥാനത്തെ കുറിച്ച് അറിയിക്കുന്ന കാര്യമാണ്. ഈ സൂറത്തിനുള്ള മറ്റൊരു പേര് സഹോദരങ്ങളെ, ഇത് നൂറാണ്, പ്രകാശമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുന്ന വേളയിൽ ആകാശത്തു നിന്നും പെട്ടെന്ന് വലിയൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. വലിയൊരു വാതിൽ തുറന്നു വരുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. അങ്ങനെ അവിടുന്ന് ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് അതാ ആകാശത്തിലുള്ള ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദാ ബാബും മിനസ് സമാഇ ഫുതിഹൽ യൗം, ഇത് ആകാശത്തു നിന്നും ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ലം യഫ്തഹ് ഖത്തുൻ ഇല്ലൽ യൗം, അത് ഈ ദിവസമല്ലാതെ അത് തുറന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ആ വാതിൽ തുറക്കുന്നത്. ഫനസല മിൻഹു മലക്കുൻ, അതിൽ നിന്നൊരു മലക്ക് കടന്നു വന്നിട്ടുണ്ട്. ഫഖാല ഹാദാ മലക്കുൻ നസല ഇലൽ അർളി ലം യൻസിൽ ഖത്തു ഇലൽ യൗം, ഇത് ഇന്നേ വരെ ഭൂമിയിലേക്ക് കടന്നു വരാത്ത ഒരു മലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നിട്ട് പറഞ്ഞു, ആ മലക്ക് അവിടെ വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ ലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക്, ഓ നബിയെ, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് പ്രകാശങ്ങളുണ്ട്, അതുകൊണ്ട് താങ്കൾ സന്തോഷിക്കുക. കഴിഞ്ഞുപോയ ഒരു നബിക്കും താങ്കൾക്ക് മുമ്പ് ഈ പ്രകാശം നൽകപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഒന്നത് ഫാത്തിഹത്തുൽ കിതാബാണ്, സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടത് ഖവാതീമി സൂറത്തുൽ ബഖറയാണ്, സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകളാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് രണ്ടും പ്രകാശമാണ്. എന്നിട്ട് പറഞ്ഞു, ലൻ തഖ്റ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു, ഈ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും ബഖറയുടെ അവസാനത്തെ 2 ആയത്തിൽ നിന്നും ഒരുപാട് പ്രാർത്ഥനകൾ, അല്ലാഹു തആലയോടുള്ള പുകഴ്ത്തലുകളും പ്രാർത്ഥനകളുമുണ്ട്. ഇതാരെങ്കിലും കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അവനത് നൽകപ്പെടാതെയില്ല എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്രയധികം പ്രാധാന്യമുള്ള, ഇത്രയധികം പോരിശയുള്ള ഈ സൂറത്തിനെ കുറിച്ച് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ടതായ ഈ ഒരു സൂറത്തിനെ കുറിച്ച് പഠിക്കാതിരിക്കുക, മനസ്സിലാക്കാതിരിക്കുക, അതിന്റെ അർത്ഥം ഒന്നും അറിയാത്ത രൂപത്തിൽ പാരായണം ചെയ്യുക എന്നുള്ളത് അത് അവന് അഭികാമ്യമായ കാര്യമല്ല, അവന് യോജിച്ച കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, നാം ഇതാ കിതാബ് നൽകിയിട്ടുള്ള ആളുകൾ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ പാരായണം ചെയ്യുന്നത് അതിന്റെ ഹഖ്ഖ തിലാവ എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായി പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കി പിൻപറ്റുന്നതിനാണ് അത് പറയുക. കേവലം പാരായണം അതുകൊണ്ട് കാര്യമില്ല. സൂറത്തുൽ ഫാത്തിഹ ഒരാൾക്ക് പാരായണം ചെയ്യാൻ അറിയാം, പക്ഷെ അതിന്റെ അർത്ഥം അറിയില്ല, ആശയം അറിയില്ല. അത് ഓതുന്ന സമയത്ത് എന്താണ് ഞാൻ ചിന്തിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ സഹോദരങ്ങളെ, അതവന് മതിയായിട്ടില്ല. ഹഖ്ഖ തിലാവ അതവൻ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ തന്നെ പൂർണ്ണമായി പറഞ്ഞിട്ടുള്ളത്, ഖുർആനിലെ മുഴുവൻ സൂറത്തുകളെ കുറിച്ചും ആയത്തുകളെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നാം ഇതാ നിങ്ങൾക്ക് ബറക്കത്തായി കൊണ്ട് ഇറക്കിയിട്ടുള്ള കിതാബാകുന്നു ഈ ഖുർആൻ. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലുള്ള ആയത്തുകൾ അവൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. കേവലം പാരായണം ചെയ്യാനല്ല. അങ്ങനെ ദീർഘകാലം പാരായണം ചെയ്തിട്ട് ഇതിലുള്ള ഒരു സൂറത്തിൽ ആശയം എന്താണ്, ആയത്തുകളുടെ അർത്ഥം എന്താണ്, ഇതറിയാതിരിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങൾ വലിയ കുറവാണ്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സൂറത്തായ, അതോടൊപ്പം ഏറ്റവും പ്രാധാന്യമുള്ള സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നമ്മുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം അറിയില്ല, ആശയം അറിയില്ല, ഓതുന്നത് തന്നെ ഹർഫുകൾ മാറിക്കൊണ്ട് തെറ്റിയിട്ടാണെങ്കിൽ സഹോദരങ്ങളെ, എത്ര വലിയ വീഴ്ചയാണ് ഖുർആനിന്റെ കാര്യത്തിൽ, സൂറത്തുൽ ഫാത്തിഹയുടെ കാര്യത്തിൽ നാം വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പൂർണ്ണമായി ഓരോ വാക്കായി നമ്മൾ അർത്ഥം പഠിക്കുകയും ആശയം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും ഒരുപാട് പാഠങ്ങളും ആശയങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞത് സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തിന്റെയും അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അതാരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് കൊണ്ടാണ്. നാം എന്നാൽ മുസ്ഹഫ് എടുത്തു നോക്കിയാൽ അതിൽ ഒന്നാമതായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കാണാറുണ്ട്. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതെല്ലാ സൂറത്തിലെയും പോലെ അതിന്റെ ആദ്യത്തിലുള്ള ഒരു ആയത്താണ് സൂറത്തുൽ ഫാത്തിഹ, അത് ആ സൂറത്തിൽ പെടുകയില്ല എന്ന രൂപത്തിലാണ് സൂറത്തുൽ ഫാത്തിഹയിലും അത് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം.
മാത്രമല്ല ഹദീസുകളിലെല്ലാം തന്നെ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പാരായണം ചെയ്യേണ്ടതുണ്ട്. അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങൾ, എന്താണ് ഒന്നാമത്തെ ആയത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽഹംദ്, സർവ്വ സ്തുതിയും എന്നാണ് നമ്മൾ പറയുന്നത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ മാത്രം അർഹതപ്പെട്ടതാകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് റബ്ബിനെ നമ്മൾ സ്തുതിക്കുന്നത്? കാരണം നമുക്ക് ഈ നൽകിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളും ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. കാരണം നമുക്കിത് പറയാൻ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീക്ക് നൽകിയിട്ടുള്ളത്. ഈ ദീൻ അനുഗ്രഹിත നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ, നമുക്ക് ചുറ്റും നോക്കിയാൽ അനുഗ്രഹങ്ങളല്ലാതെ, റബ്ബിന്റെ അനുഗ്രഹങ്ങളല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആ റബ്ബിന് ഞാൻ സ്തുതി പറയുകയാണ്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളെ മുഴുവനും നിയന്ത്രിച്ചു പരിപാലിക്കുന്ന, അതിനെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റബ്ബുൽ ആലമീനാണ്. ആ റബ്ബിനാണ് സർവ്വ സ്തുതിയും, അവന് മാത്രം അർഹതയുള്ളൂ എന്ന് നമ്മൾ പറയുകയാണ്. എന്നിട്ട് ആ റബ്ബിന്റെ രണ്ട് വിശേഷണങ്ങൾ, അർ റഹ്മാനിർ റഹീം, അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ള റബ്ബാണ്. അവന്റെ കാരുണ്യം സഹോദരങ്ങളെ ഭൂമിയിൽ അത് ആസ്വദിക്കാത്തതായി ഒരാളുമില്ല. അവനെ വഴിപ്പെടുന്നവരും അവനെ വഴിപ്പെടാത്തവരും മുഅ്മിനീങ്ങളും കാഫിറുകളും എല്ലാവരും റബ്ബിന്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ്. കാരണം അവന്റെ കാരുണ്യം വിശാലമായ കാരുണ്യമാണ്. അർ റഹ്മാനാണ് അവൻ. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി കാരുണ്യം നൽകുന്ന അർ റഹീമുമാണ് അവൻ. അവന്റെ കാരുണ്യം അവർക്ക് ഇരു ലോകത്തുമുണ്ടാകും, ദുനിയാവിലും ആഖിറത്തിലും മുഅ്മിനീങ്ങൾക്ക് റബ്ബിന്റെ കാരുണ്യം ഉണ്ടാകുന്നതാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അവൻ മാലികി യൗമിദ്ദീനാണ്. അവൻ മാലിക് യൗമിദ്ദീനാണ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. എന്തുകൊണ്ടാണ് പ്രതിഫല ദിവസത്തിലേക്ക് അവന്റെ ഉടമസ്ഥത ചേർത്തിട്ടുള്ളത്? അവൻ എല്ലാ ദിവസത്തിന്റെയും എല്ലാത്തിന്റെയും ഉടമസ്ഥനാണല്ലോ. പക്ഷേ പ്രതിഫല ദിവസത്തിലാണ് അവന്റെ ഉടമസ്ഥത. അവൻ മാലിക്കാണെന്നുള്ള കാര്യം സർവരും അംഗീകരിക്കുന്നത് അപ്പോഴായിരിക്കും. സർവർക്കും ബോധ്യപ്പെടുന്നത് ആ ദിവസത്തിലായിരിക്കും. അന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അവനെ വഴിപ്പെടാത്ത ആളുകൾക്ക് ഒരു ഉപകരിക്കുകയില്ല. അവരെ താക്കീത് ചെയ്തുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ആയത്താണത്, മാലിക് യൗമിദ്ദീൻ. ഈ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഭയമാണ് ഉണ്ടാകേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനോടുള്ള അതിയായ മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ല, സ്നേഹത്തോടു കൂടിയുള്ള പുകഴ്ത്തലിനാണ് അൽഹംദ് എന്ന് പറയുന്നത്. അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ റബ്ബിന്റെ കാരുണ്യത്തിൽ നമ്മൾ അങ്ങേയറ്റം പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കണം പറയേണ്ടത്. നമുക്ക് പാപങ്ങൾ സംഭവിച്ചാലും അല്ലാഹു തആല അത് പുറത്തു തരുന്നവനാണ്. അവൻ റഹ്മാനാണ്, അവൻ ഗഫൂറാണ്, എല്ലാം പുറത്തു തരുന്നവനാണ്. അവന്റെ പൊറുക്കൽ നമുക്ക് പ്രതീക്ഷിക്കണം. സ്വർഗം അവന്റെ കാരുണ്യമാണ്, അത് നമ്മൾ പ്രതീക്ഷിക്കണം. എന്നാൽ അർ റഹ്മാനിർ റഹീമിന് ശേഷം മാലിക് യൗമിദ്ദീൻ ഓതുമ്പോൾ സഹോദരങ്ങളെ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അങ്ങേയറ്റം ഭയത്തോടു കൂടിയാണ്. കാരണം പ്രതിഫല ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആ ദിവസത്തിന്റെ ഉടമസ്ഥത. അന്ന് ഒരാളും ഒരു കാര്യം ഉടമപ്പെടുത്തുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പൂർണ്ണമായി വിചാരണ ചെയ്ത് അവനാണ് തീരുമാനിക്കുക നമ്മുടെ സ്വർഗവും നരകവും. അതുകൊണ്ട് അവനിൽ പൂർണ്ണമായി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ മാലിക് യൗമിദ്ദീൻ എന്ന് പാരായണം ചെയ്യേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളും സഹോദരങ്ങളെ അർക്കാനുൽ ഇബാദ, ഇബാദത്തിന്റെ തൂണുകളാണെന്ന് അറിയപ്പെടുന്നതാണ്. മഹബ്ബത്തും അതുപോലെ തന്നെ റജാഉം ഖൗഫും, സ്നേഹവും പ്രതീക്ഷയും ഭയവും. സഹോദരങ്ങളെ, ഏതൊരു ഇബാദത്ത് ചെയ്യുന്ന സമയത്തും ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ ഇബാദത്ത് അത് ചെയ്യാനുള്ള സ്നേഹം നമുക്കുണ്ടാകണം. അത് അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകണം. ഒപ്പം ഇത് സ്വീകരിക്കപ്പെടാതെ പോകുമോ, എന്റെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാരണത്താൽ ഇത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നുള്ള ഭയവും നമുക്കുണ്ടാകണം. സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ സഹോദരങ്ങളെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു തആലയോട് നമ്മുടെ ഉടമ്പടി പറയുകയാണ്, റബ്ബേ നിന്നോട് മാത്രമേ നമ്മൾ സഹായം തേടുകയുള്ളൂ, നിന്നോട് മാത്രമേ, നിനക്ക് മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കുകയുള്ളൂ, ഇബാദത്തായ ഇബാദത്തുകൾ മുഴുവൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും നൽകുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നമ്മുടെ ഉടമ്പടി പുതുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അത് ആ ഫാത്തിഹയിലുള്ള ഏക പ്രാർത്ഥന ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്തിലാക്കണമേ, അസ്സിറാത്തൽ മുസ്തഖീമിലേക്ക്, നേരായ പാതയിലേക്ക് റബ്ബേ ഹിദായത്ത് നീ അത് കാണിച്ചു തരണം, അതിൽ ഉറപ്പിച്ചു നിർത്തണം, അതിലേക്ക് വഴി നടത്തണം.
റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനയാണ്. ആ ഹിദായത്ത്, ആ സിറാത്തൽ മുസ്തഖീം അതെങ്ങനെയുള്ളതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, റബ്ബെ നീ അനുഗ്രഹിച്ച നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗമാണ്. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നീ കോപിച്ച യഹൂദരെയും അവരെ പിന്തുടർന്ന ആളുകളുടെയും പോലെയല്ല. വലദ്ദാല്ലീൻ, നീ വൈകേടിലാക്കിയിട്ടുള്ള നസ്രാണികളെയും അവരുടെ മാർഗം പിൻപറ്റിയ ആളുകളുടേതുമല്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ പറയുകയാണ്. എന്നിട്ടാണ് നമ്മൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുആക്ക് അള്ളാഹുവിന് ഉത്തരം ചെയ്യണമേ എന്ന് പറയുന്നത്. ഈ ആശയം, ഈ അർത്ഥം സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് അറിയേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ധാരാളം ആശയങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്, വലിയ വലിയ പാഠങ്ങൾ അതിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ അത് നമ്മുടെ ഹൃദയത്തിനും ശരീരത്തിനുമെല്ലാം തന്നെ ശിഫയാണ്, ശമനമാണ് എന്ന് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ബദാഇഉ തഫ്സീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഹിയ ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ അതിന്റെ പേര് ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ്. കിതാബിന്റെ ആരംഭം അതാണ്. അശ്ശിഫാഉ താം, പരിപൂർണമായ ശമനം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. വദ്ദവാഉൻ നാഫിഅ, ഉപകാരപ്രദമായ മരുന്നാണത്. വറുഖിയ്യത്തു താമ്മ, പരിപൂർണമായ മന്ത്രമാണത്. വമിഫ്താഹുൽ ഗിനാ വൽ ഫലാഹ്, അതുപോലെ തന്നെ എല്ലാ ധന്യതയുടെയും വിജയത്തിന്റെയും താക്കോലാണത്. വഹാഫുലത്തുൽ ഖുവ്വ, നമുക്കുള്ള കഴിവും ശക്തിയുമെല്ലാം അതെല്ലാം സംരക്ഷിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ്. വദാഫിഅത്തുൽ ഹമ്മി വൽ ഗം, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ആദിയും ടെൻഷനുകളും അതിനെല്ലാം ചെറുക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ്. വൽ ഖൗഫി വൽ ഹുസ്ൻ, അതുപോലെ ഭയവും പേടിയും വ്യസനവുമെല്ലാം സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഇല്ലാതായി തീരും. പക്ഷെ ലിമൻ അറഫ മിഖ്ദാറഹ വഅതാഹ ഹഖ്ഖഹ, അതിന്റെ യഥാർത്ഥ കണക്കും അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ ആളുകൾക്ക് ഈ പറയുന്ന ഉപകാരങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ ലഭിക്കുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ഖൽബിന്റെ, മനസ്സിലുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്കും ശിഫയാണ് എന്ന് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാറുണ്ട്, കസീറും മാ കുന്തു അസ്മഉ ഇബ്നു തൈമിയ യഖൂൽ, അദ്ദേഹത്തിന്റെ ശൈഖായ ഗുരുവായ ഇബ്നു തൈമിയ റഹിമഹുല്ലാ ധാരാളമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ ഇയ്യാക നഅ്ബുദു എന്നുള്ള അല്ലാഹുവിന്റെ ആ വാക്യത്തിൽ ഫീഹി ഇലാജുൽ ലിറിയ, ലോകമാന്യത്തിലുള്ള ചികിത്സ അതിലുണ്ട്. വ ഇയ്യാക നസ്തഈൻ, അതുപോലെ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് ഫീഹി ഇലാജുൽ ലിൽ കിബ്രിയ, അഹങ്കാരത്തിനുള്ള മരുന്നാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന ഒരുവൻ എന്താണ് റബ്ബിനോട് പറയുന്നത്? അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, എന്റെ ഇബാദത്ത് മുഴുവനും നിനക്കാണ്. അത് ഇഖ്ലാസിനെ ശരിയാക്കി തരുന്ന കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം. റബ്ബിന് മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാഹുവിന് കൊടുക്കുന്ന ഇബാദത്തിൽ മറ്റൊരാളുടെ പ്രശംസയോ മറ്റൊരാളുടെ പുകഴ്ത്തലുകളോ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെയുള്ള രോഗമാന്യത്തിന് വേരോടെ അറുത്തു കളയുന്നു ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന വാക്ക്. എന്നാൽ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അതൊരടിമ, അവൻ അല്ലാഹുവിലേക്കും സദാ ആവശ്യക്കാരനാണ്. അവൻ ഫഖീറാണ്, ദരിദ്രനാണ്. അവൻ അല്ലാഹുവിന്റെ സഹായമില്ലാതെ അവന് യാതൊരു രക്ഷയുമില്ല. മുഴുവനും റബ്ബിന്റെ സഹായം വേണം. ഇയ്യാക നസ്തഈൻ, ഇബാദത്ത് എടുക്കണമെങ്കിലും അല്ലാഹുവിന്റെ സഹായം വേണം. അവന്റെ ഭൗതികമായ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വേണം. അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, ജനങ്ങളെ നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരായ ദരിദ്രരാണ്. അല്ലാഹുവാണ് എല്ലാ കാര്യങ്ങളും സ്വയം പര്യാപ്തനായിട്ടുള്ള അൽ ഗനിയും സുത്യർഹനായിട്ടുള്ള അൽ ഹമീദും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇത് ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആളുകളെ കാണിക്കുക എന്ന് പറയുന്ന ലോകമാന്യം, അതുപോലെ തന്നെ അവൻ അഹങ്കാരിയാവുക എന്നുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആശയം, അർത്ഥം മനസ്സിലാക്കി ഓതുന്ന ഒരുവന് ഒരിക്കലും അഹങ്കാരിയാവാൻ സാധിക്കുകയില്ല. എപ്പോഴും അവൻ മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ അള്ളാഹുലേക്ക് ആവശ്യക്കാരനായിട്ടുള്ള ഒരു ദരിദ്രനായ അടിമ മാത്രമാണ്. അള്ളാഹുവിന് മാത്രമേ എൻ്റെ ഇബാദത്തുകൾ നൽകാൻ പാടുള്ളൂ. എൻ്റെ നിസ്കാരവും എൻ്റെ നോവും എൻ്റെ സക്കാത്തും എൻ്റെ സ്വതക്കകളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് എന്നവനെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്ക്, മനസ്സിന് ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഷിഫയാകുന്നത് പോലെ തന്നെ ശരീരത്തിന്റെ രോഗങ്ങൾക്കും ഷിഫയാകുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അവർ ഒരിക്കൽ ഒരു യാത്ര പുറപ്പെട്ടപ്പോൾ അവർ ഒരു അറബികളുടെ ഒരു ഗോത്രത്തിന്റെ അരികിലൂടെ പോകേണ്ടി വരികയുണ്ടായി.
അങ്ങനെ അവർക്ക് അന്ന് അവിടെ രാത്രിയിൽ തങ്ങേണ്ടി വരുന്ന സമയത്ത് ആ അറബ് ഗോത്രത്തോട് തങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു ളിയാഫത്ത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആതിഥേയത്വം അത് അവർ ചോദിക്കുകയുണ്ടായി. പക്ഷെ അവർ അവരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ആ ഗോത്രത്തലവന് ഒരാൾക്ക് ഒരു തേളിന്റെ കടിയേറ്റു. ആ തേളിന്റെ കടിയേറ്റ സമയത്ത് അവർ ആവുന്ന പല രൂപത്തിലുള്ള അതിനുള്ള മരുന്നുകളും നോക്കി, അതൊന്നും ഏറ്റില്ല. ഇയാൾ വളരെ പ്രയാസത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ ഈ പറയുന്ന സഹാബികളുടെ കൂട്ടത്തോട് വന്ന് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഹൽഫീക്കും റാഖിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ റാഖിയായിട്ടുള്ള ചികിത്സിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഉണ്ടെന്ന് പറയുകയും അവിടെ ഉടൻ തന്നെ പോയിട്ട് ആ വ്യക്തി, അവർ മുസ്ലിമീങ്ങളല്ല, അവിടെ അടുക്കൽ പോയിട്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് അവർക്ക് റുഖിയ മന്ത്രം ഓതിക്കൊടുത്തുകൊണ്ട് ചികിത്സിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ അവർക്ക് ആ രൂപത്തിൽ സന്തോഷമുണ്ടായി. അങ്ങനെ അവർ ഒരു പറ്റം ആട്ടിൻകൂട്ടങ്ങളെ ഇവർക്ക് സമ്മാനമായി നൽകി. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതുവരെ കാത്തിരിക്കുകയും ഇങ്ങനെ സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഖുർആൻ ഓതിയതിന്റെ അടിസ്ഥാനത്തിൽ, ശിഫയായതിന്റെ അടിസ്ഥാനത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചോളൂ. എന്നാൽ അവിടുന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം സൂറത്തുൽ ഫാത്തിഹ അത് റുഖിയാണെന്നുള്ളത്? നിങ്ങൾക്കറിയാം, വമാ അദ്റാക അൻഹ റുഖിയ, അത് റുഖിയാണ്, മന്ത്രമാണെന്നുള്ളത് നിങ്ങൾ ആരാണ് പഠിപ്പിച്ചത് എന്ന് പറയുകയും എന്നിട്ട് അവരോട് ഇത് സ്വീകരിക്കാൻ പറയുകയും അതിൽ നിന്നുള്ള ഓഹരി എനിക്കും നൽകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരു വിഷമേറ്റ കാര്യത്തിനു പോലും ചികിത്സയായി സൂറത്തുൽ ഫാത്തിഹ അത് മതിയായതാണ്. നമുക്കുള്ള വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സൂറത്തുൽ ഫാത്തിഹ സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി പാരായണം ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ അനുമതിയാൽ ആ രോഗം ശിഫയാകുന്നതാണ്. മഹാനായ പണ്ഡിതൻ ശൈഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഈ രൂപത്തിൽ ശിഫയുണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഖാബിലിയത്തുൽ മഹൽ, നമ്മൾ ആർക്കാണ് ഓതിക്കൊടുക്കുന്നത് ആ ഓതിക്കൊടുക്കുന്ന ആൾക്ക് ഇതിൽ വ്യക്തമായ യഖീൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട്, ദൃഢബോധ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മാറുമോ ഇല്ലേ എന്നുള്ള ഒരു ശക്ക്, ഒരു സംശയം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഫലിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് ഖുർആനിന്റെ പാരായണം കൊണ്ട് എന്റെ രോഗം അത് മാറുമെന്നുള്ള ഉറച്ച ബോധ്യം ഓതപ്പെടുന്ന ആ രോഗിക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഹ്ലിയത്തുൽ ഖാരി, ഓതുന്ന വ്യക്തി അയാൾ അതിനർഹനായിരിക്കണം. നല്ല വൃത്തിയിൽ ഓതുന്ന, അതിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉണ്ടാകുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സാലിഹായ മനുഷ്യനായിരിക്കണം. അതും പ്രത്യേകം പരിഗണിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തേത് സ്വലാഹിയത്തുൽ ഖിറാഅ, ആ ഓതുന്ന കാര്യം ശരീഅത്തിന് യോജിക്കുന്ന കാര്യമായിരിക്കണം. ശരീഅത്തിനെതിരാകുന്ന ശിർക്കൻ മന്ത്രങ്ങളോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പഠിപ്പിക്കപ്പെടാത്ത മന്ത്രങ്ങളോ ഒന്നും തന്നെയാകാൻ പാടില്ല. ശരീഅത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഓതിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം അള്ളാഹുവിന്റെ അനുമതിയാൽ ശിഫയാകുമെന്ന് മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, മക്കസ്തു ബിമക്ക മുദ്ദതൻ തഅതരീനി അദ്വാഉൻ വലാ അജ്ദു തബീബ, ഞാൻ മക്കയിൽ ഒരുപാട് കാലം കഴിയേണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് പല രൂപത്തിലുള്ള രോഗങ്ങൾ വന്നു, അവിടെ ആണെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഫകുന്തു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ, അങ്ങനെ ഞാൻ ഫാത്തിഹ കൊണ്ട് എന്നെ തന്നെ ചികിത്സിച്ചു. ഫഅറാ ലഹാ തഅസീറൻ അജീബ, വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഞാൻ കാണുകയുണ്ടായി. ഫകുന്തു അസിഫു ദാലിക ലിമൻ യഷ്തകി അലമ, അങ്ങനെ ധാരാളം വേദനകൾ കൊണ്ട് പ്രയാസം പറയുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഇത് വിവരിച്ചു കൊടുത്തിരുന്നു. വകാന കസീറൻ മിൻഹും യബ്റഉ സരിഅ, അവരിൽ ധാരാളം പേർക്കും പെട്ടെന്ന് തന്നെ ആ രോഗം മാറുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ മനസ്സിലുള്ള ടെൻഷനുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതിനെല്ലാം ആ നിയ്യത്തോടുകൂടി നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുമതിയാൽ അത് നീങ്ങുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിനുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഇതിനെല്ലാം റുഖിയ എന്നുള്ള നിലക്ക്, മന്ത്രം എന്നുള്ള നിലക്ക് സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും വലിയ റുഖിയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഒരു മനുഷ്യന് ഏറ്റവും വലിയ രോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് അവന്റെ നീയത്ത് അത് മോശമായി പോകുക. അഥവാ അവന് ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലായിട്ടും അവന്റെ അഹങ്കാരം കാരണത്താൽ അവനത് സ്വീകരിക്കാതിരിക്കുക. കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും അത് സ്വീകരിക്കാൻ സാധിക്കാത്ത ധാരാളക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ വേറെ ചിലർ അവർ കാര്യം സത്യമാണെന്ന് അറിയില്ല, തെറ്റായ കാര്യങ്ങൾ സത്യമാണെന്നുള്ള മിഥ്യാധാരണയിൽ അത് പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. ഈ 2 രോഗങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കാൻ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം വാങ്ങിയിട്ടുള്ള യഹൂദർ, അവരുടെ വിശേഷണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം, സത്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരുടെ അഹങ്കാരം, അവരുടെ കിബിർ, അത് കാരണത്താൽ സത്യം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള രോഗം ബാധിക്കുന്ന ധാരാളം
ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടാകും. അവർ ഈ അർത്ഥത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കിബർ എന്ന് പറയുന്ന, അഹങ്കാരം എന്ന് പറയുന്ന രോഗം അത് കൽബിൽ നിന്ന് മാറ്റുകയും സത്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് വലദ്ദാലീനാണ്, വഴിപിഴച്ച ആളുകൾ, നസ്രാണികളാണ് അവരിലെ തലവന്മാർ. അവരുടെ വിശേഷണം എന്താണെന്ന് വെച്ചാൽ അവർ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിലുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിയാതെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവരും ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അവർ ചെയ്യുന്ന ഇബാദത്തുകൾ അത് ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചതാണോ അല്ലേ എന്നറിയാത്ത ആളുകൾ. ഈ പ്രാർത്ഥന നന്നായി വലദ്ദാലീൻ, അള്ളാഹു അങ്ങനെ വഴിപേച്ച ആളുകൾ തന്നെ ഉൾപ്പെടുത്തരുതേ, അതിൽ നിന്നും രക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്, സത്യം കാണിച്ചു കൊടുക്കുന്നതാണ്. ഖുർആനിലും സുന്നത്തിലും മാത്രം സ്ഥിരപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് പാഴായി പോകാത്ത കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് അള്ളാഹു തആല തൗഫീക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ധാരാളക്കണക്കിന് നമ്മെ ബാധിക്കുന്ന അപകടം പിടിച്ച രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകാൻ സൂറത്തുൽ ഫാത്തിഹ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അവന്റെ മഹത്തായ ഫദ്ല് കാരണത്താൽ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.